സർ, നിയമസഭയുടെ ലിറ്റററി അവാർഡ് മേടിച്ചുകൊണ്ട് എം മുകുന്ദൻ പറഞ്ഞ വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു പരാമർശം ഉണ്ടാകാനുള്ള കാരണം എന്തായിരിക്കും? അദ്ദേഹത്തിൻ്റെ വളരെ ലളിതമാണ്. എം മുകുന്ദന് കേരള നിയമസഭ ലിറ്റററി ഫെസ്റ്റിവലിൻ്റെ അതുകൊണ്ട് അനുബന്ധിച്ചിട്ട് 1 ലക്ഷം രൂപയുടെ അവാർഡ് കിട്ടി. അപ്പോൾ 1 ലക്ഷം രൂപയുടെ അവാർഡ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ വലിയൊരു എമൗണ്ടായിട്ട് തോന്നിയിട്ടുണ്ടാവാം. അപ്പോൾ ഒരു അത്രയും ഒരു എന്താ പറയുക ഔദാര്യം കിട്ടിയ സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും അത് കൊടുത്ത സർക്കാരിനോട് ഉള്ള ഒരു വിധേയത്വം അല്ലെങ്കിൽ ഒരു നന്ദി പ്രകടനത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും അദ്ദേഹം പറഞ്ഞത്. പക്ഷേ മുകുന്ദൻ എന്നൊരു സാഹിത്യകാരൻ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉദാഹരണമാണ് ഇന്ന് ടി പത്മനാഭൻ മുകുന്ദൻ്റെ ഈ ഒരു പ്രസ്താവനയെ, അതായത് മുകുന്ദൻ പറഞ്ഞത് നമ്മുടെ ഈ കേരളം എന്ന ഈ പുണ്യഭൂമിയിലേക്ക് ഫാസിസത്തിനും വർഗീയതയ്ക്കും ഒന്നും ഇടം കൊടുക്കരുത്, അതിനുവേണ്ടി എഴുത്തുകാരും സർക്കാരിനോടൊപ്പം നിൽക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. വളരെ ബ്ലാങ്കായിട്ടാണ് മുകുന്ദനത് പറഞ്ഞിരിക്കുന്നത് സാധനം. അപ്പോൾ എഴുത്തുകാരെ ഈ സർക്കാരിനോട് ചേർത്ത് നിർത്തുക എന്നുള്ള ഒരു ദൗത്യം, അതായത് കേരളത്തിലെ ഒരു കാലഘട്ടത്തിൻ്റെ ഇപ്പം ഞങ്ങളൊക്കെ 20കളിൽ കൗമാരത്തിൻ്റെ അവസാനം തൊട്ട് ഇങ്ങനെ നമ്മുടെയൊക്കെ ഞരമ്പുകളിൽ ഇങ്ങനെ എന്താ പറയുക ഹരം കൊള്ളിച്ച എഴുത്തുകാരനായിരുന്നു മുകുന്ദൻ എന്ന് പറയുന്നത്. മുകുന്ദൻ അപ്പോൾ അങ്ങനെ ഒരു എഴുത്തുകാരൻ, ഒരുപാട് എഴുത്തുകാരുടെ മുകളിൽ നിൽക്കുന്ന ഒരു എഴുത്തുകാരൻ പറയുകയാണ് ഈ സർക്കാരിനോടൊപ്പമാണ് എഴുത്തുകാർ നിൽക്കേണ്ടത്. അതായത് സർക്കാരിനെ സാഹിത്യന്മാരോട് ചേർക്കുന്ന ഒരു മീഡിയേറ്റർ ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക അദ്ദേഹം. ഇപ്പോൾ മീഡിയേറ്ററേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നത് ഈ ഒരു മുകുന്ദനെ അംഗീകരിക്കുന്ന ധാരാളം മറ്റു വലിയ സാഹിത്യകാരന്മാരും ചെറിയ സാഹിത്യകാരന്മാരും ഒക്കെ ഉണ്ട്. പിന്നെ മുകുന്ദൻ്റെ കേരളത്തിലെ മലയാള സാഹിത്യത്തിലെ മുകുന്ദൻ്റെ സ്ഥാനം മുകുന്ദനും അറിയാം, മറ്റുള്ളവർക്കും അറിയാം. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു സാഹിത്യ ലോകത്തിൻ്റെ ഒരു പ്രതിനിധി, ഒരു വിശ്വാസ്യതയുള്ള പ്രതിനിധി എന്ന നിലയിൽ ഗവൺമെൻറ്റിനോടൊപ്പം നിൽക്കണം എന്ന് പറയുമ്പോൾ അതിനൊരു സ്വീകാര്യതയും അതിൻ്റെ ഗൗരവവും വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു സാഹിത്യം കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയിൽ നിന്നുണ്ടാകുമ്പോൾ അത് സ്വാഭാവികമായിട്ടും സമൂഹം അതിനെ ഒരു രാഷ്ട്രീയത്തിൻ്റെ കണ്ണിലൂടെ അല്ല കാണാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതാണ് ടി പത്മനാഭൻ പറഞ്ഞിരിക്കുന്നത്. ഒരിക്കലും ഒരു സാഹിത്യകാരൻ അങ്ങനെ പറയാൻ പാടില്ല. ഇപ്പോൾ മുകുന്ദൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ടല്ല, അതും CPM-ൻ്റെ ജില്ലാ സമ്മേളനത്തിനോട്, അതായത് തലശ്ശേരിയിൽ എവിടെ കണ്ണൂരല്ലേ, കണ്ണൂർ നടന്ന CPM-ൻ്റെ ജില്ലാ സമ്മേളനത്തിനോടനുബന്ധിച്ചിട്ടുള്ള എഴുത്തുകാരുടെ സംഗമത്തിൽ തന്നെയാണ് പത്മനാഭൻ പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെ ഒരു പ്രസിദ്ധ എഴുത്തുകാരൻ പറഞ്ഞത് ശരിയായില്ല, ഒരിക്കലും സർക്കാരിനോടൊപ്പം നിൽക്കുക എന്നുള്ളതല്ല എഴുത്തുകാരുടെ ധർമ്മം, മറിച്ച് സത്യത്തിനും നീതിക്കും ഒപ്പം നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെ ആർക്കാണ് നമുക്ക് നിഷേധിക്കാൻ പറ്റുക? കാരണം നമ്മൾ കാലങ്ങളായിട്ട് കാണുന്നതാണ് സാഹിത്യകാരന്മാരെന്ന് പറയുമ്പോൾ എപ്പോഴും അവർ സമൂഹത്തിലുണ്ടാകുന്ന ഓരോ കാര്യങ്ങളും ഗവൺമെൻറ് സൈഡിൽ നിന്നാണെങ്കിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നോട്ട് ചെയ്ത് അവർ സമൂഹത്തിൻ്റെ മുന്നിലെത്തിക്കാറുണ്ട്. പല കാര്യങ്ങൾ എഴുത്തിലൂടെ ആണെങ്കിലും അത് ഉൾക്കൊള്ളാൻ നമ്മളെപ്പോലുള്ള ജനസമൂഹങ്ങളും പെട്ടെന്ന് തിരിച്ചറിയുന്നുമുണ്ട് അവരുടെ കാര്യങ്ങൾ. പക്ഷേ അങ്ങനെ ഒരു എം മുകുന്ദൻ എന്ന് പറയുന്ന നമ്മളെല്ലാം ആരാധിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരു എഴുത്തുകാരൻ്റെ സൈഡിൽ നിന്ന് ഒരു പ്രാദേശികമായ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരുടെ ഒരു ചട്ടുകമായി മാറുക എന്ന് പറയുമ്പോൾ അതൊരിക്കലും അതൊരു എം മുകുന്ദൻ എന്ന വ്യക്തിക്ക് അത് ചെയ്യാൻ പാടില്ല. കാരണം ആ വ്യക്തിക്ക് ചെയ്യാം, പക്ഷേ സാഹിത്യകാരന്മാരെ മൊത്തത്തിൽ അതിലേക്ക് ചേർക്കുക എന്ന് പറഞ്ഞത് ഒരു നല്ല നിലപാടല്ലല്ലോ. അല്ല, അത് അദ്ദേഹം പറഞ്ഞതിൻ്റെ പേരിൽ അങ്ങനെ സാഹിത്യകാരന്മാരാരെങ്കിലും ധാരാളം ഇപ്പം തന്നെ ഈ നമ്മുടെ ഈ സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്ന സാഹിത്യകാരന്മാരാണ് കൂടുതലും കേരളത്തിലുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് വളരെ ചില ശബ്ദായമാനമായ അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ ഇതിനകത്ത് അതായത് നമ്മളുടെ കേരളത്തിൻ്റെയും അതല്ലെങ്കിൽ സാധാരണ മനുഷ്യൻ്റെ ഒരു സാമാന്യ ബുദ്ധിയൊക്കെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ നീതി പ്രത്യക്ഷമായിട്ട് നിഷേധിക്കപ്പെടുന്ന ചില അവസരങ്ങൾ സാധാരണക്കാരൻ്റെ കണ്ണിൽ പോലും അത് മനസ്സിലാവുന്ന രീതിയിലുണ്ടാകുന്ന വലിയ സംഭവങ്ങൾ കേരളത്തിലുണ്ടാകുമ്പോൾ ആ ശബ്ദങ്ങളേക്കാൾ വലിയ രീതിയിലും മൗനം സൃഷ്ടിക്കുന്ന ഒരു മൗനവും കേരളത്തിലുണ്ടാകാറുണ്ട്. അത് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞതുപോലെ സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്ന സാഹിത്യകാരന്മാരുടെ ആ കൂട്ടത്തിൽ ആ മൗനത്തിലെ വലിയൊരു മൗനമാണ് എം മുകുന്ദൻ്റെ മൗനം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒട്ടേറെ സംഭവങ്ങൾ ഇപ്പോൾ കേരള സമൂഹത്തെ ബാധിക്കുന്ന അല്ലെങ്കിൽ പൊതുസമൂഹത്തെ ബാധിക്കുന്ന ഒട്ടേറെ വിഷയങ്ങൾ വരുമ്പോൾ
പാലിക്കപ്പെടുന്ന മൗനത്തിലെ ഏറ്റവും വലിയ മൗനമാണ് എം മുകുന്ദൻ എന്ന് പറയുന്നത്. അപ്പോൾ എം മുകുന്ദനെ പോലെ ഇത്രയും അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, തനിക്ക് എഴുതിയിട്ടാണ് തനിക്ക് വാർദ്ധക്യം വന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും പ്രായമായിട്ട് പോലും അദ്ദേഹം ഇങ്ങനെ എന്തുകൊണ്ട് പറയുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട സാധനം. അദ്ദേഹത്തെ പോലൊരു സാഹിത്യകാരൻ, അപ്പോൾ അദ്ദേഹത്തെ പോലൊരു സാഹിത്യകാരൻ പറയുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ സാഹിത്യം പോലും കേരള സമൂഹത്തിൽ സൃഷ്ടിച്ച ചലനങ്ങളുണ്ട്. ആ ചലനങ്ങൾ പോലും നമ്മളിന്ന് പഠന വിധേയമാക്കേണ്ടതാണ്. കാരണം ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും ഗുരുതരമായ വിഷയമെന്ന് പറയുന്നത് ഫാസിസമോ അതല്ലെങ്കിൽ വർഗീയതയൊന്നുമല്ല. കാരണം വർഗീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മീഡിയയിലും പത്രമാസികകളിലും ഒക്കെ കാണുന്നതാണ്. അതായത് ലെഫ്റ്റ് ലിബറലിസത്തിൻ്റെ ഒരു ഭാഗം മാത്രമായിട്ടാണ് ശരിക്കും ഈ വാക്കുകൾ വരുന്ന കൂടുതലും. അത് പല രീതിയിൽ വരുന്നുണ്ടാവും. തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമായിട്ടും ഈ ലെഫ്റ്റ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് വാസ്തവത്തിൽ ഈ സമീപകാലം വരെ പുരോഗമന പ്രസ്ഥാനം എന്ന രീതിയിൽ കണ്ടുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഒരു പുരോഗമനം എന്ന് പറയുന്നെങ്കിലും പലരും അത് പറയാറില്ല. ലെഫ്റ്റിലുള്ളത് തന്നെ പലരും പറയാറില്ല. കാരണം അതൊരു തമാശയായിട്ട് എടുത്തു പോകുമോ എന്നൊരു ധാരണ ഇത് പറയുന്നവർക്കുള്ളത് കൊണ്ട് പലരും ബോധപൂർവമായിട്ട് പുരോഗമനം മനഃപൂർവ്വം ഉപയോഗിക്കാറില്ല. അപ്പോൾ ഈ പുരോഗമനത്തിലൂടെ ചേർത്ത് വെച്ചിരുന്നതാണ് ഈ ലെഫ്റ്റ് എന്ന് പറയുന്ന സംഗതി. കാരണം തുടക്ക കാലഘട്ടത്തിലൊക്കെ വളരെയധികം യുക്തിയോടുകൂടി കാര്യങ്ങൾ അവതരിപ്പിക്കുകയും വളരെ ആദർശശാലികളായിട്ടുള്ള നേതാക്കന്മാരിലുള്ള ലെഫ്റ്റ് കേരള സമൂഹത്തിന് പരിചയപ്പെടുകയും അവരെ പിന്തുടരുകയും അവരുടെ പിന്നാലെ പോവുകയും ചെയ്തൊരു സമൂഹമാണ് കേരള സമൂഹം എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിലൊരു സംഗതി അവിടെയുണ്ട്. പക്ഷേ ഇവിടെ ഈ എം മുകുന്ദനിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് അപ്പോൾ എം മുകുന്ദൻ്റെയൊക്കെ സാഹിത്യത്തിലേക്ക് നമ്മൾ നോക്കേണ്ടത് ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞത് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ഗുരുതരമായ പ്രശ്നം എന്ന് പറയുന്നത് ഇന്ന് കേരളം നേരിടുന്നത് കേരളത്തിലെ പിന്നെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ മദ്യം ഉപയോഗിക്കുന്ന സംസ്ഥാനം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ കേരളത്തിലായിരിക്കും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നത്. പണ്ടൊക്കെ 80കളിലും 90കളിലും ഈവൻ 2000-ൻ്റെ തുടക്കം വരെയൊക്കെ ആൾക്കാർ കഞ്ചാവ് ഉപയോഗിക്കുന്നതാണ് പറഞ്ഞത്. കഞ്ചാവ് എന്നൊക്കെ പറഞ്ഞാൽ പഴയ വർത്തമാനകാലത്തിലെ കള്ളിൻ്റെ അവസ്ഥയിലേക്ക് കഞ്ചാവ് എത്തിയിട്ടുണ്ട്. ഇപ്പം അത് കെമിക്കൽ ആയിട്ടുള്ള സംഗതികളാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ MDMA എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം നമുക്കിവിടെ കോമൺ ഹൗസ് ഹോൾഡ് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും മുഖ്യമായൊരു പ്രശ്നം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ബയോളജിക്കലായിട്ട് നല്ലൊരു ശതമാനം സമയം അബോധാവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ ഉപയോഗമാണ്, മറ്റേ മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും ഉപയോഗമാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കാണ് ഇപ്പോൾ എം മുകുന്ദൻ്റെ സാഹിത്യം എത്രമാത്രം ഈ ഒരു അവസ്ഥയെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി സംഭാവന നൽകിയിട്ടുണ്ടെന്നുള്ളത്. ഇപ്പോൾ ഞാനൊക്കെ എൻ്റെ കൗമാരത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ അതോ 20ൽ തുടക്കത്തിലാണോ എന്നറിയില്ല, ഹരിദ്വാറിൽ മണികൾ മുഴങ്ങുന്നു എന്നുള്ള എം മുകുന്ദൻ്റെ നോവൽ വായിച്ചിട്ട് അപ്പോൾ എനിക്ക് മദ്യപാന ശീലമില്ല, മദ്യപിച്ചിട്ടുമില്ല, മദ്യപിക്കാൻ തോന്നാത്തതുകൊണ്ടല്ല, മറ്റ് താത്വികമായ വിഷയങ്ങൾ കൊണ്ടൊന്നുമില്ല. എനിക്കതിനകത്തൊരു ഹരം തോന്നിയിട്ടില്ല, അതിൻ്റെ പേര് ചെയ്തിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും എനിക്ക് ഈ ഹരിദ്വാറിൽ മണികൾ മുഴങ്ങുന്നു എന്നുള്ള സാധനം വായിച്ചിട്ട് അതിനകത്ത് ഈ ഭംഗ് കഴിക്കണമെന്നുള്ള ആഗ്രഹം ആ പ്രായത്തിൽ എനിക്കുണ്ടായി. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് സംഘടിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഇത് പ്രിപ്പയർ ചെയ്യാൻ അറിയാൻ വയ്യാത്തതിൻ്റെ പേരിൽ അവസാനം ഞങ്ങൾ ആ ശ്രമം ഉപേക്ഷിച്ചു. ഭാഗ്യത്തിന് അത് രുചിച്ച് നോക്കാനുള്ള അവസരം ഉണ്ടായതുമില്ല. അപ്പം ഞാൻ പറയുന്നത്, അപ്പം ഞങ്ങളുടെയൊക്കെ ആ ഒരു തലമുറയെ വളരെയധികം സ്വാധീനിക്കുകയും അതോടൊപ്പം തന്നെ ഈ മദ്യത്തിനും മയക്കുമരുന്നിനും ഒരു സ്റ്റാറ്റസ് സൊസൈറ്റിയിൽ ക്രിയേറ്റ് ചെയ്യുന്നതിനുമൊക്കെ ഈ അന്നത്തെ ആ ഒരു പീരീഡിലെ എഴുത്തുകാരുടെ എഴുത്തിനും അവരുടെ പബ്ലിക് ലൈഫിനും ഇതിനെ വളരെ ഒരു ഗ്ലോറിഫൈ ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്നു. ഇതിനെ മഹത്വവൽക്കരിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ആ ഒരു പീരീഡിലാണ് സ്വാഭാവികമായിട്ടും കടമ്മനിട്ടയുടെ ചൊൽക്കാഴ്ചയും മറ്റുമൊക്കെ വരുന്ന സാധനം. അപ്പോൾ കടമ്മനിട്ടയുടെ ചൊൽക്കാഴ്ചയൊക്കെ ഞങ്ങൾ ആദ്യം കാണാൻ പോകുന്ന സമയത്ത് കടമ്മനിട്ട് ഒരു കവിത ചൊല്ലിയിട്ട് വീണ്ടും പിന്നിലേക്ക് പോവും. അപ്പോഴത്തേക്ക് അവിടെ നിൽക്കുന്ന ആൾക്കാർ ഒഴിച്ചു കൊടുക്കും, കുടിക്കും, വീണ്ടും വന്നിങ്ങനെ നിങ്ങളെൻ്റെ കറുത്ത മക്കളെ ചുട്ടുകൊന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് എന്നൊക്കെ നമുക്ക് ആവശ്യം കൊള്ളും സാധനം. അപ്പോൾ ആ രീതിയിലൂടെയാണ് കേരള സമൂഹത്തിൽ ഈ മദ്യത്തിനും മയക്കുമരുന്നിനും ഉള്ള ഒരു ഭയങ്കര സ്വീകാര്യതയും അന്തസ്സും ലഭിക്കുകയുണ്ടായി. പിന്നീടുള്ള നമ്മുടെ ഈ മാധ്യമപ്രവർത്തകരുടെ ഉണ്ട്. മാധ്യമപ്രവർത്തകരും സ്വാഭാവികമായിട്ടും ഞാനും മാധ്യമലോകത്ത് വന്ന വ്യക്തിയാണ്. ഞാനും എൻ്റെ
എനിക്കറിയാൻ പറ്റും മാധ്യമലോകവും മദ്യവും തമ്മിലുള്ള ബന്ധം. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരും ഇത് ഉപയോഗിക്കുന്ന അവസ്ഥയിലേക്ക് വന്നപ്പോൾ ഇത് പിന്നീടുള്ള റൈറ്റപ്പുകൾ അന്നത്തെ ഈ മാസികകളിലൊക്കെ വരുന്ന ചില റൈറ്റപ്സ് ഒക്കെ ഉണ്ട്. പ്രസിദ്ധമായ ഒരു എഴുത്തുകാരനെ ഒരു മാധ്യമപ്രവർത്തകർ ഇൻ്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ ഞാനും ഈ ചേട്ടനും കൂടെ അന്ധേരിയിലെ ഇന്ന സ്ഥലത്ത് ഒരു ചെറിയൊരു കുടിസുമുറിയിൽ ഒരു അനധികൃത ചാരായ വിൽപ്പനശാലയിൽ നിന്ന് റാക്ക് കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം ചോദിച്ച ചില ചോദ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതൊക്കെ വായിക്കുന്ന സമയത്ത് ഇതിന് കൊടുക്കുന്ന ഭയങ്കരമായി ഇതിനെ മഹത്വവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല മഹാനായ ഒരു വ്യക്തിയാണ് നമ്മളൊരു അവിടെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. ആ മഹാനായ വ്യക്തി ചെയ്യുന്ന പ്രവൃത്തികൾക്കുമെല്ലാം ആ മഹത്വം പതുക്കെ ഇറങ്ങി വരും. അപ്പോൾ ഈ രീതിയിലൊക്കെ നമ്മൾ ഇന്നത്തെ വർത്തമാനകാല സമൂഹത്തെ സൃഷ്ടിച്ചതിൽ കേരളത്തിൻ്റെ ഇത്രയും മദ്യാസക്തിയിലേക്ക് കൊണ്ടുവന്നതിലും അതേപോലെ തന്നെ ഈ മയക്കുമരുന്നിനും മദ്യത്തിനും വലിയ അബോധാവസ്ഥയിലേക്ക് വീഴുന്ന പ്രക്രിയയ്ക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗത്തിന് ഒരു അന്തസ്സ് നേടിക്കൊടുത്തതിലൊക്കെ വളരെയധികം പങ്കുവഹിച്ച ഒരു എഴുത്തുകാരൻ കൂടിയാണ് മുകുന്ദൻ. മാത്രമല്ല മുകുന്ദൻ്റെ സാഹിത്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ വീണ്ടും ഒരു പുനർവായനയ്ക്ക് എടുത്ത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും വലിയ ഉദാത്തമാണെന്നൊന്നും കാണാൻ പറ്റത്തില്ല. നമ്മൾ ഈ മറ്റുള്ള നമ്മുടെ കേരളത്തിലെ തന്നെ സാഹിത്യവും ലോക സാഹിത്യമൊക്കെ പരിചയപ്പെടുമ്പോഴാണ് നമ്മൾ എന്താ പറയുക ഈ മൂക്കുന്നുമിലയെ കണ്ടിട്ട് നമ്മൾ ഹിമാലയം പോലെ കരുതുന്ന ഒരുപാട് വിഗ്രഹങ്ങൾ കേരളത്തിലുണ്ട്. അപ്പോൾ ആ ഒരു പുനരന്വേഷണത്തിന് ഞാൻ പറഞ്ഞത് ഇപ്പം മുകുന്ദൻ അദ്ദേഹം അങ്ങനെ പറഞ്ഞു, ടി പത്മനാഭൻ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞതിൻ്റെ വേദി മനസ്സിലാക്കണം. CPM-ൻ്റെ വേദിയിൽ തന്നെയാണ് അദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല നമുക്ക് ഏത് വേദിയിലും നമുക്ക് പോയി നമ്മളുടെ അഭിപ്രായം പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവണം. ഇപ്പോൾ CPM-ൻ്റെ ഒരു വേദിയോ അല്ലെങ്കിൽ നമുക്കൊരു അവാർഡ് തന്ന് സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് നമുക്ക് നിശ്ചയിക്കാം. അതേസമയത്ത് അവിടെ പോകുമ്പോൾ നമുക്ക് പറയാനുള്ള സംഗതികൾ അവിടെ സംവദിക്കാനുള്ള ധൈര്യം ഉണ്ടാവണം. ഇപ്പോൾ പത്മനാഭൻ കാണിച്ചത് അതാണ്. അതേപോലെ ഇപ്പോൾ ആര് വിളിച്ചു കഴിഞ്ഞാലും നമുക്ക് പോകാവുന്നേ ഉള്ളൂ. നമുക്ക് നമ്മുടെ അഭിപ്രായവും നമ്മളുടെ നിലപാടും മറ്റൊരാളുടെ സ്വാധീനത്തിന് വഴങ്ങില്ല എന്ന് ബോധ്യമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ആര് വിളിച്ചു കഴിഞ്ഞാൽ പോലും നമുക്ക് ആ ഒരു വേദിയിൽ പങ്കെടുത്ത് നമ്മുടെ അഭിപ്രായം പറയാവുന്നതാണ്. ഇപ്പോൾ പത്മനാഭൻ ചേരിക്കുന്നതാണ്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ നമുക്കൊരു പുനർവിചിന്തനത്തിന് ഇപ്പം മുകുന്ദൻ പറഞ്ഞത് ശരിയോ തെറ്റോ എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മളുടെ അവസ്ഥയെ മനസ്സിലാക്കുന്നതിന് മുകുന്ദൻ്റെ ഒരു സാഹിത്യ ലോകത്ത് നിൽക്കുന്ന പ്രമുഖ വ്യക്തിയുടെ ഈ ഒരു പ്രസ്താവനയും പത്മനാഭൻ പറഞ്ഞതും യഥാർത്ഥം നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ എന്താണെന്നത് മനസ്സിലാക്കുന്നതും ഇത്തരം വിഷയങ്ങളിലേക്ക് സാധാരണ ജനങ്ങൾ ഇങ്ങനെ ഒരു അവസരത്തെ കൊണ്ടുപോവുകയാണ് വേണ്ടത്. അപ്പം നമ്മൾ മുകുന്ദൻ അദ്ദേഹം അങ്ങനെ പറഞ്ഞു, അദ്ദേഹം അങ്ങനെ പറയരുതെന്ന് പറയാനുള്ള അവകാശം നമുക്കില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും വൈകാര്യതയും കൊണ്ടൊക്കെ ആയിരിക്കും അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഒരു സാഹിത്യകാരൻ ഇങ്ങനെയാണോ ചിന്തിക്കേണ്ടത് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത് പൊതുസമൂഹം ചർച്ച ചെയ്യുകയും ചിന്തിക്കുകയും ചെയ്യട്ടെ. അങ്ങനെയാണല്ലോ സമൂഹത്തിൽ പുത്തൻ ചിന്തകളും തെളിച്ചങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്.